ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം. ഒരു പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് പഞ്ചായത്തിലെ കുണ്ടകവട്ടത്ത് മലനട അമ്പലത്തിന് സമീപം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കലയുടെ ബെഡ്റൂമിൽ ഒരു ദുരൂഹ സാഹചര്യത്തിൽ തൂങ്ങി നിന്ന നിലയിൽ കാണപ്പെട്ട റേഷൻ കട ഉടമ ജോൺ ജേക്കബിൻ്റെ മരണം. പോലീസ് ഇഴഞ്ഞു നീങ്ങിയാണ് അന്വേഷണം. ഹൈക്കോടതിയിൽ 2 റിട്ടുകൾ നിലനിൽക്കുന്നു. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം എങ്ങുമെത്താത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അതൊരു ദുരൂഹ ആരോപിക്കുന്ന പല തെളിവുകളും അതിനകത്തുണ്ട്. ആയതുകൊണ്ടാണ് അതുമായി മുമ്പോട്ട് ഞങ്ങളെപ്പോലുള്ളവർ രംഗത്തിറങ്ങിയത്. ഈ കലയെന്ന് പറയുന്ന ഒരു കഥാപാത്രം വർഷങ്ങൾ കൊണ്ട് പലരെയും ഉപദ്രവിക്കുകയും പല ഹീനപ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. 23 വയസ്സായ 2 ആൺകുട്ടികളുടെ മാതാവും ഭർത്താവുമായി പിണങ്ങി വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നതുമാണ്. ഇതിനിടെ ഒരുപാട് ആരോപണങ്ങളുണ്ടായി അവരുടെ പേരിൽ. പക്ഷേ ഈ സംഭവം അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അന്ന് ഈ റേഷൻ കട വ്യാപാരി എന്ന് പറയുന്ന ആൾ ജോൺ ജേക്കബ് കലയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലമായി ഏറെ ദുരൂഹതകളുള്ള ജീവിതമാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാലും അന്ന് രാത്രി ബെറോട്ട ബിസിനസ് നടത്തുവാൻ വേണ്ടി ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നെടിവളയിലടുത്തുള്ള ഒരാളിനെ ബെറോട്ട അടിക്കാൻ ചുമതലപ്പെടുത്തി ഇവർ 3 പേരുമായി ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. 1 മണി വരെയും 2 മണി വരെയും ഉണ്ടായിരുന്ന അവർ ഈ ബെഡ്റൂമിൽ ഒരു പ്രകോപനവുമില്ലാതെ കയറി തൂങ്ങി എന്ന് പറയുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. കലയുടെ മൊഴിയെന്ന് പറയുന്നത് മദ്യപിച്ചു ആയതുകൊണ്ട് വീട്ടിൽ പോകാൻ പറഞ്ഞ് അതിൽ വയലൻ്റായി മുറിയുടെ അകത്ത് കയറി ആ ബെഡ്റൂമിനകത്ത് കയറിയാണ് തൂങ്ങി. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവരിപ്പോൾ വെളുപ്പിന് വന്ന് നോക്കിയപ്പോൾ എണീറ്റില്ല. ആ സമയത്ത് കയറി വെളുപ്പിന് വന്ന് നോക്കിയപ്പോൾ എണീറ്റില്ല. അത് കണ്ട് തൊട്ടടുത്ത സുധാകരൻ്റെ വീട് വരെ അവർ നടന്നുപോയി. ചെന്ന് സുധാകരനെ വിളിച്ചുകൊണ്ടുപോയി. സുധാകരൻ പറയുന്ന മൊഴി, സുധാകരൻ വന്ന് നോക്കി മുറി പൂട്ടിയിരുന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അദ്ദേഹം അടിവസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു. അടിവസ്ത്രം ധരിച്ചു, മൊബൈലെടുത്തു, മുഖം കഴുകി തിരിച്ചു വന്നു. ഇറങ്ങിപ്പോയപ്പോഴേക്കും ബെറോട്ട അടിച്ചുകൊണ്ട് ജോലിക്കാരനായ സുരേന്ദ്രൻ്റെ കൂടെ അതിനെ തുറക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും സുരേന്ദ്രൻ റൂം തുറന്നു കഴിഞ്ഞിരുന്നു. ഇതാണ് സുരേന്ദ്രൻ പറയുന്ന മൊഴി. അജ്ഞാതെന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത 2 പേർ അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് ജോൺ ജേക്കബ് നേരത്തെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കി. അതാരാണെന്ന് വ്യക്തമല്ല എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സൂത്രധാരകനും വർഷങ്ങൾ കൊണ്ട് ക്രിമിനൽ സ്വഭാവത്തിൻ്റെ പേരിൽ ഗുണ്ടായുസം നടത്തുന്ന ഒരു വിദ്യാധരനുണ്ട്. വിദ്യാധരൻ ഞാൻ ഇതിൻ്റെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ളതല്ല. വിദ്യാധരൻ്റെ മകൻ വിജീഷാണ് ഈ ജോൺ ജേക്കബിൻ്റെ വസ്ത്രങ്ങൾ എടുത്തു മാറ്റിയെന്നാണ് പറയുന്നത്. 1-2 പ്രാവശ്യമായിട്ട് ഡ്രസ്സുകളെല്ലാം അവിടെ നിന്ന് മാറ്റി. ഇത്രയും ദുരൂഹത നിറഞ്ഞ സംഭവം ഈ കലയുടെ അമ്മയെ, കലയെ, വിദ്യാധരനെ, സുധാകരനെ, വിദ്യാധരൻ്റെ മകൻ വിജീഷ്, ഇത്രയും പേരെ വ്യക്തമായി ചോദ്യം ചെയ്താൽ തെളിയിക്കപ്പെടുന്ന കേസേ ഉള്ളൂ. കലയുടെ അവസാനത്തെ മൊബൈൽ കോൾ വരെയോ അവസാനം വന്ന മെസ്സേജ് വരെയോ പോലീസ് വീണ്ടെടുത്ത് അന്വേഷണം നടത്തിയിട്ടില്ല. അതിലുപരി ഈ ജോൺ ജേക്കബിൻ്റെ അന്ന് വന്ന മെസ്സേജുകളോ അന്ന് വന്ന ഫോൺ കോളുകളോ അതിനെ വീണ്ടെടുത്തുകൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. തൂങ്ങിയ ഫാൻ എന്ന് പറയുന്നത് ഫിംഗർ സ്പോട്ടിന് അയക്കേണ്ട സാധനം, അത് എടുത്തിട്ട് ആ ഫാൻ റിക്കവർ ചെയ്യാതെ തിരിച്ച് കലയാണ് അതിനെ ഇളക്കി പുറത്ത് വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഇത്രയും ദുരൂഹത നിറഞ്ഞൊരു മരണം
പോലീസ് ആരെയോ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു 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 മന്ന രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. ജോൺ ജേക്കബിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി റിട്ട് കൊടുക്കുകയും അതിനുശേഷം ഉള്ള തെളിവുകളെല്ലാം ഹാജരാക്കി പുതിയ പെറ്റീഷൻ കൊടുക്കുകയും ആ പെറ്റീഷൻ രജിസ്റ്റർ ചെയ്തതിൽ ഈ വിദ്യാധരനെയും സുധാകരനെയും ഉൾപ്പെടെ കലയെയും വിജീഷിനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരാതി കൊടുക്കുകയും ചെയ്തിട്ട് പോലീസ് അതിൻ്റെ ശക്തമായ അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. ശക്തമായ അന്വേഷണവുമായി മുമ്പോട്ട് പോയില്ല എങ്കിൽ ശക്തമായ രീതിയിൽ അത് അടുത്ത ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ സ്ഥിതി കണ്ടെത്തുവാൻ വേണ്ടി മുമ്പോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ഈ കല ഒരുപാട് സംഭവങ്ങളുടെ ദുരൂഹതയാണ്. ആ ദുരൂഹത പൂർണ്ണതയിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കറിയാനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്.